ഇസ്രായേൽ പെന്റഗൺ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സൈനിക ആസ്ഥാനത്ത് ഇറാൻ മിസൈൽ നാശം വിതച്ചത് 2 ദിവസം മുൻപാണ്. ഇപ്പോഴിതാ ഇസ്രായേലിന്റെ ടെക് ബ്രെയിനായി അറിയപ്പെടുന്ന സ്ഥാപനത്തിന് നേരെയും വൻ ആക്രമണം നടന്നതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ലോകത്ത് തന്നെ അറിയപ്പെട്ട ശാസ്ത്ര ഗവേഷണ സ്ഥാപനമായ വൈറ്റ്സ്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആണ് ആക്രമിക്കപ്പെട്ടത്. വെറുമൊരു വിദ്യാഭ്യാസ കേന്ദ്രമല്ല ഇത്. ഇസ്രായേൽ സൈന്യത്തിന് വേണ്ടിയുള്ള ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്ന സർവകലാശാലയാണ്. ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിനായി ഏറ്റവും പുതിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഗവേഷണം വരെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടക്കുന്നുണ്ട്. തെക്കൻ തെല്ലവീവിലെ റഹോവോത്തിൽ സ്ഥിതി ചെയ്യുന്ന വൈറ്റ്സ്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്തുകൊണ്ടാണ് പ്രാധാന്യമർഹിക്കുന്നത്? എയർ ഡിഫൻസ് സംവിധാനങ്ങളെ എല്ലാം ഭേദിച്ച് ആദ്യം കിറിയ കോമ്പൗണ്ടും ഇപ്പോൾ ടെക് കേന്ദ്രവും ഇറാൻ ആക്രമിക്കുമ്പോൾ അത് ഇസ്രായേലിൽ ഉയർത്തുന്ന സുരക്ഷാ ആശങ്ക എത്രത്തോളമാകും? വിശദമായി പരിശോധിക്കാം. ഇൻഡെപ്തിലേക്ക് സ്വാഗതം. ഇസ്രായേലിന്റെ ശാസ്ത്രഹൃദയവും സാങ്കേതിക ഗവേഷണങ്ങളുടെ ആസ്ഥാനവുമായാണ് വൈറ്റ്സ്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് അറിയപ്പെടുന്നത്. പ്രഥമ ഇസ്രായേൽ പ്രസിഡന്റ് ഹൈം വൈറ്റ്സ്മാൻ 1934 സ്ഥാപിച്ചതാണ് ഈ വിദ്യാഭ്യാസ ഗവേഷണ കേന്ദ്രം. ഡാനിയൽ സേഫ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നായിരുന്നു ആദ്യത്തെ പേര്. ജൈവ രസതന്ത്രജ്ഞനും സയനിസ്റ്റ് നേതാവും കൂടിയായ വൈറ്റ്സ്മാൻ 1949 ഇസ്രായേലിന്റെ പ്രഥമ പ്രസിഡന്റായി അധികാരമേറ്റതിന് പിന്നാലെയാണ് അദ്ദേഹത്തോടുള്ള ആദരവായി സർവകലാശാലയുടെ പേര് മാറ്റുന്നത്. ഇസ്രായേലിന്റെ ശാസ്ത്ര ഗവേഷണത്തിന്റെ കേന്ദ്ര ബിന്ദുവാണെങ്കിലും ഇസ്രായേലി സൈന്യത്തിന് അതിലപ്പുറമാണ് ആ സ്ഥാപനം. സ്ഥാപിത കാലം തൊട്ട് തന്നെ രാജ്യത്തിന്റെ സൈനിക സാങ്കേതിക രംഗങ്ങളിൽ നിർണായക സംഭാവനകളാണ് ഈ സർവകലാശാല നൽകുന്നത്. നിലവിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ AI, ഡ്രോൺ, സൈബർ പ്രതിരോധ ഗവേഷണങ്ങൾ ഇസ്രായേലി സൈനിക സാങ്കേതിക മേഖലയുടെ നട്ടെല്ലാണ്. നൂതന ആയുധ സംവിധാനങ്ങളും ആണവ ഗവേഷണത്തെ സഹായിക്കുന്ന പ്രവർത്തനങ്ങളും കേന്ദ്രത്തിൽ നടക്കുന്നുണ്ട് എന്നാണ് യൂറോ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇസ്രായേലിന്റെ പ്രമുഖ പ്രതിരോധ കരാർ കമ്പനിയായ എൽബിറ്റ് സിസ്റ്റവുമായി സഹകരിച്ചും എല്ലാം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇസ്രായേൽ പ്രതിരോധ സേനയുടെ കരുത്തായ പല നൂതന സങ്കേതങ്ങളും ആയുധങ്ങളുമെല്ലാം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഗവേഷകർ വികസിപ്പിച്ചതാണ്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ സാങ്കേതികമായി ലോകത്തെ ഏറ്റവും അത്യാധുനിക സൈനിക ശക്തിയാക്കി ഇസ്രായേലിനെ മാറ്റിയതിൽ സുപ്രധാന റോൾ വൈറ്റ്സ്മാൻ സർവകലാശാലയ്ക്ക് ഉണ്ടെന്ന് പറയേണ്ടി വരും. മൈക്രോസോഫ്റ്റും ഗൂഗിളും ഉൾപ്പെടെയുള്ള ആഗോള കുത്തക ഭീമന്മാർ AI ഉൾപ്പെടെയുള്ള സാങ്കേതിക സഹായങ്ങൾ ഇസ്രായേലിന് നൽകി വരുന്നുണ്ടെന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. എന്നാൽ അതോടൊപ്പം തന്നെ AI അധിഷ്ഠിത ഡിഫൻസ് ടെക്നോളജികൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഗവേഷകരെ ഉപയോഗിച്ച് ഇസ്രായേൽ സ്വതന്ത്രമായും വികസിപ്പിക്കുന്നുണ്ട്. തന്ത്രപരമായി ഇസ്രായേൽ എന്ന രാജ്യത്തിനും അവരുടെ സൈന്യത്തിനും അത്രയും പ്രധാനമായ ഒരു കേന്ദ്രത്തിലാണ് ഇറാൻ മിസൈൽ വർഷിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കിറിയ ആക്രമണത്തിന് ശേഷമുള്ള പുതിയ സംഭവവും വലിയ ആഗോള ചർച്ചയായി മാറിയിട്ടുണ്ട്. ഗവേഷണ കേന്ദ്രത്തിന്റെ ലബോറട്ടറി കെട്ടിടങ്ങൾക്ക് കനത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ചതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ ശനിയാഴ്ച അർദ്ധരാത്രിയോടെയാണ് വൈറ്റ്സ്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ലക്ഷ്യമാക്കി മിസൈലുകൾ എത്തിയത്. ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ലബോറട്ടറി കെട്ടിടങ്ങൾക്ക് മേലെയാണ് മിസൈൽ പതിച്ചത്. അതിനു പിന്നാലെ കെട്ടിടങ്ങളിൽ വൻ തീപിടുത്തമുണ്ടായി. നാശനഷ്ടത്തിന്റെ വ്യാപ്തി ഇസ്രായേൽ വൃത്തങ്ങൾ ഇപ്പോഴും വിലയിരുത്തി വരികയാണ്. സംഭവത്തിൽ ആളപായം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ജീവനക്കാർക്കോ വിദ്യാർത്ഥികൾക്കോ ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നാണ് IDF വ്യക്തമാക്കുന്നത്. അതേസമയം ഈ സംഭവം ഇസ്രായേലിന്റെ സൈനിക സാങ്കേതിക രംഗത്ത് വലിയ ആഘാതമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്നത് ഉറപ്പാണ്. ശാസ്ത്ര ഗവേഷണ സംവിധാനങ്ങൾക്കും ലബോറട്ടറിയിലും നാശനഷ്ടങ്ങൾ സംഭവിച്ചതായാണ് വിവരം.